ബാലന്റെ ലോകത്ത് അടുത്ത എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സന്തോഷ വാർത്തയുണ്ട്. അവിടെ കാണുന്ന നമ്മുടെ വില്ലേജർ വീട് ഇപ്പോൾ സെറ്റായിട്ട് വർക്ക് ആവുന്നുണ്ട്. അതിൽ നിന്ന് കിട്ടി 2 വില്ലേജറിനടുത്ത് ഇപ്പുറത്തെ ഓട്ടോമാറ്റിക് ക്രോപ്പ് ഫാമിലോട്ട്. ഇതാണ് നമ്മുടെ ഓട്ടോമാറ്റിക് ഫാം. അതിനു മുമ്പ് വില്ലേജേഴ്സിനെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഉണ്ട് 2 പേരും. പിന്നെ ഈ താഴത്തോട്ട് വരുമ്പോൾ വില്ലേജേഴ്സ് ഇരിക്കുന്നു. കുറച്ച് പേരോട് ഓൾറെഡി ഉണ്ട്. കുറച്ചധികം പേര് എനിക്ക് ആവശ്യമുണ്ട്. ഞാൻ എന്താ പറഞ്ഞുതരാം. ഇതാണ് ഓട്ടോമാറ്റിക് ക്രോപ്പ് ഫാമിൻ്റെ ഉൾഭാഗം. ഒരു വില്ലേജറിനോട് ട്രാപ്പാണ്. ഇവനാണ് ഇവിടെ നിന്ന് പണിയെടുത്ത് ഈ ക്രോപ്പ് എടുത്ത് ഇവന് കൊടുക്കും. ആ ക്രോപ്പ് ഇവന് കിട്ടാണ്ട് മൈൻക്രാഫ്റ്റ് വിത്ത് ഹോപ്പർ വലിച്ചെടുക്കും. പല്ല് തേക്കാത്തതിൻ്റെ ഓരോ കുഴപ്പങ്ങളെ. ഇപ്പം ചെസ്റ്റിലൊന്നും ഉണ്ടാവില്ല. അതെ, ഒന്നുമില്ല. കാരണം ഉണ്ടാക്കിയിട്ട് മൈൻക്രാഫ്റ്റിലെ 1 ഡേ ആയിട്ടുള്ളൂ. ഇനി നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ മെയിനായിട്ട് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് പറഞ്ഞുതരാം. എനിക്കൊരു വില്ലേജർ ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതിന് എൻചാനിങ് ബുക്സ് എടുക്കാം. പിന്നെ ഡയമണ്ട് ടൂൾസ് ആർമർ വാങ്ങാം. അപ്പോൾ നമുക്ക് ഈ എൻചാൻമെൻറ്റ് ബുക്ക് തരുന്നവന്മാർക്ക് ലെറ്റം എന്ന് പറയുന്നൊരു ജോബിന് സാധനം ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ബുക്ക് വേണം. പിന്നെ ഈ എൻചാൻമെൻറ്റ് ബുക്ക് വാങ്ങണമെങ്കിൽ ഒരു ബുക്ക് വേണം. അപ്പോൾ ഈ ലൈബ്രറിയൻസിന് എൻചാൻമെൻറ്റ് ബുക്ക് വാങ്ങാൻ വേണ്ടിയിട്ടുള്ള ബുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു ലെതറും വേണം, പിന്നെ പേപ്പറും വേണം. പേപ്പർ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഷുഗർ കെയിൻ വേണം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന ഓട്ടോമാറ്റിക് ഷുഗർ കെയിൻ ഫാം. അതിനു മുമ്പ് ഇവിടെയുള്ള ഈ ഒരു പഴയ ഫാമൊന്നും പൊട്ടിച്ചോളണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒന്ന് പോയിട്ട് ഒരു ആക്സ് ഉണ്ടാക്കി തരാം. ആക്സ് ഇനിയിപ്പോൾ ഞാനിത് വേഗം ഇവിടുന്ന് പൊട്ടിച്ച് മാറ്റട്ടെ. ഓക്കെ, ഇത് മൊത്തം ഇവിടെ നിന്ന് പൊട്ടിച്ചെടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഷുഗർ കെയിൻ ഫാമിൻ്റെ പണി നോക്കാം. അതിനായിട്ടൊന്ന് നെതർ പോകേണ്ട ആവശ്യമുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ എത്തി. ഇവിടെ വന്നത് എന്തിനാ വെച്ചാൽ ക്വാഡ്സ് എടുക്കണം. ക്വാഡ്സ് എടുത്താലേ നമുക്ക് ഒബ്സർവർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇതേ ഇവിടെ കുറച്ചുണ്ട്. ഓക്കെ, ഇവിടുത്തെ ക്വാഡ്സ് മൊത്തം എടുത്തിട്ടുണ്ട്. കുറച്ച് ക്വാഡ്സും ബോൺ ബ്ലോക്സ് ഒക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും ഇവിടെയാണ് എത്തി. അത് ഞാൻ പ്രതീക്ഷിച്ചായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒബ്സിഡിയം പൊട്ടിച്ച് ഇവിടുത്തെ പോർട്ടൽ പൊട്ടിക്കട്ടെ. അത് പൊട്ടിച്ചു. ഇനി മണ്ടയിലോട്ട് പോവുക. ഞാൻ ഇവിടെ എത്തി. രാവിലെ ആക്കിയിട്ടുണ്ട്. ഇനി ഒബ്സർവർ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാം. 2 ഒബ്സർവർ ഉണ്ടാക്കാനുള്ള റെഡ് സ്റ്റോൺ നമ്മുടെ ഉള്ളൂ. അപ്പം മിക്കവാറും ആ കേവിലോട്ട് വീണ്ടും പോകേണ്ടി വരും. ആ കേവിലോട്ടൊന്ന് പോട്ടെ. ഞാൻ ഇവിടെ എത്തി. നല്ല സൂക്ഷിച്ച് താഴത്തോട്ട് പോവുക. ഇതാണ് പറയുന്ന ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുതെന്ന്. ഇനി ഞാൻ ആ കുറച്ച് റെഡ് സ്റ്റോൺ ഒന്ന് കണ്ടുപിടിക്കട്ടെ. യെസ്, ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. റെഡ് സ്റ്റോൺ തപ്പി വന്ന് നമുക്ക് ഡയമണ്ട് കിട്ടിയത്. അവിടെ താഴെ റെഡ് സ്റ്റോണും ഉണ്ട്. ഓക്കെ, അത് മൊത്തം ഞാനങ്ങ് മൈൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഡയമണ്ട് കൂടെ എടുക്കാം. താഴെയുണ്ട് 2 എണ്ണം. ഓക്കെ, അത് മൊത്തം എടുത്ത് ഇനിയിപ്പോൾ പോയിട്ട് അടുത്ത റെഡ് സ്റ്റോൺ തപ്പാം. അപ്പോൾ 13 ഡയമണ്ട് കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒബ്സർവർ കൂടി ഉണ്ടാക്കാം. ഒബ്സർവർ ബാക്കി ഇനിയിപ്പോൾ എനിക്ക് 6 എണ്ണം കൂടി വേണം. 8 പിസ്റ്റണും വേണം. പറഞ്ഞ പോലെ ഇപ്പോൾ നമുക്ക് മൈൻക്രാഫ്റ്റ് സാഡിൽ ഉണ്ടാക്കാം. സാഡിൽ ഉള്ളപ്പോൾ ഒരു കുതിരയും ഉണ്ടാവില്ല. സാഡിൽ ഇല്ലാത്തപ്പോൾ ആയിരിക്കും മൊത്തം കുതിരയും. ഇപ്പോൾ എനിക്ക് ഓർമ്മയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ ഇത് എൻ്റെ ഓർമ്മയിലുള്ള പോലെയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞതിൻ്റെ എന്തെങ്കിലും കൊള്ളായാൽ എന്നെ പിടിച്ച് തല്ലരുത്. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ വില്ലേജർ ബ്രീഡറും നമ്മൾ ക്രോപ്പ് ഫാമൊക്കെ വർക്ക് ആവുന്നുണ്ട്. ലാസ്റ്റ് നമുക്ക് ക്രോപ്പ് ഫാമിൽ നിന്ന് പൊട്ടറ്റോ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇനിയിപ്പോൾ ഒരു സ്ഥലം കണ്ടുപിടിക്കണം ഈ ഷുഗർ കെയിൻ ഫാം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഈ സ്ഥലം പെർഫെക്റ്റ് ആണ്. അപ്പോൾ ഇവിടെ നിന്ന് ഫ്ലാറ്റ് ആക്കിയിട്ട് ഇവിടെ തന്നെ അങ്ങ് ഉണ്ടാക്കാം. ഓക്കെ, ഇവിടെ നിന്ന് ഫ്ലാറ്റ് ആക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യം നിങ്ങൾ എത്ര ഷുഗർ കെയിൻ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നതിനനുസരിച്ചിട്ട് ഡേർട്ട് വെക്കുക. ഞാൻ ഇപ്പോൾ 8 എണ്ണം ആയതുകൊണ്ട് 8 ഡേർട്ട് വെക്കുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ബിൽഡിംഗ് ബ്ലോക്ക് വേണമെങ്കിലും ഉപയോഗിക്കാം. ഉള്ള ബിൽഡിംഗ് ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ ഒരു വെള്ളത്തിൽ കയറി കിടക്കാൻ വേണ്ടിയിട്ട് ഒരു ടാങ്ക് ഉണ്ടാക്കുക. ഇനി ഞാൻ പറയണ്ടല്ലോ, മൊത്തം വെള്ളം ഒഴിച്ചോ. ഞാൻ ഓരോ ബ്ലോക്കിലും മൊത്തം വെള്ളം ഒഴിച്ച് എനിക്കൊന്നും അങ്ങനെ വേണമെന്നില്ല. ഒരു ബക്കറ്റ് ഒഴിച്ചിട്ട് ഇവിടം വരെ ഫ്ലോ ആയിട്ട് എത്തിയാൽ നമുക്ക് ഷുഗർ കെയിൻ നടാൻ പറ്റുന്ന തോന്നുന്നത്. ഇനി ഇതങ്ങ് മൂടിക്കോ. മൂടുമ്പോൾ ഒരു ടെമ്പററി ബ്ലോക്ക് വെച്ചിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ കൂടെ വേണം മൂടാൻ, അല്ലെങ്കിൽ വെള്ളം പോവും വെള്ളത്തിൻ്റെ മേത്ത് വെച്ചാൽ.
ഇനി പിസ്റ്റൺ എടുത്തിട്ട് ഇങ്ങനെ സ്ട്രെയിറ്റ് ഇങ്ങനെ വെച്ച് കൊടുക്കുക, നേരെ ഫോർവേഡ് ആയിട്ട് നിൽക്കുന്ന പോലെ. അതിൻ്റെ പിസ്റ്റൻ്റെ ബാക്കിൽ ഇങ്ങനെ ടെമ്പററി ബ്ലോക്ക് വെച്ച് കൊടുക്കുക. ഇനി ഒബ്സർവർ എടുത്തിട്ട് കണ്ണ് അതിൻ്റെ ഫ്രണ്ടിലോട്ട് പോകുന്ന പോലെ ഇങ്ങനെ വെക്കുക, റെസ്റ്റോറൻറ്റ് വെച്ച് കണക്ട് ചെയ്യുക. ഇനി പോലെ ഡയറക്റ്റ് വെച്ചതിൻ്റെ അടിയിലോട്ട് ഒരു ബ്ലോക്ക് ഒന്ന് കുഴിക്കുക, ഇങ്ങനെ വേണം വെക്കാൻ. എന്നിട്ട് ഇതിൻ്റെ അടിയിൽ റെയിൽ വെച്ച് കൊടുക്കുക. ഇനി അറ്റത്ത് ഇങ്ങനെ ബ്ലോക്ക് വെച്ച് കൊടുക്കുക. പവേർഡ് റെയിലിൻ്റെ ആവശ്യമുണ്ട്. ഈ അറ്റത്ത് റെയിൽ മാറ്റിയിട്ട് പവേർഡ് റെയിൽ വെക്കുക, എന്നിട്ട് അവിടെ ലിവർ വെച്ചിട്ട് അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക. അതേപോലെ ഇപ്പുറ സൈഡും ചെയ്യണം. പിന്നെ ഒരു ബിൽഡിംഗ് ബ്ലോക്ക് അതിൻ്റെ ഇപ്പുറ സൈഡിലായിട്ടും വെക്കണം. ഇനി റെയിൽ വെച്ച സ്ഥലത്ത് ഇങ്ങനെ പൊട്ടിക്കുക. ഇങ്ങനെയല്ല വെക്കാൻ, ഈ റെയിൽ വെച്ച ബ്ലോക്കായിരുന്നു പൊട്ടിക്കേണ്ടത്, ഞാൻ മറന്നുപോയി. ഓക്കെ, ഇതിങ്ങനെ പൊട്ടിക്കുക. എന്നിട്ട് ഈ ഒരു ചെസ്റ്റ് പൊട്ടിച്ച് ഇങ്ങോട്ട് വെക്കണം. ഇതേപോലെ ചെയ്യുക. എന്നിട്ട് റെയിൽ എടുത്തിട്ട് ഇതിൻ്റെ മണ്ടേ കൂടെ ഷിഫ്റ്റ് ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. പിന്നെ ഇത് വർക്കാവുന്നുണ്ട് ചെക്ക് ചെയ്യുക. ഇതിപ്പോൾ വർക്കാവുന്നുണ്ട്. ഇനി ഒരു മൈൻകാർട്ട് വിത്ത് ഹോപ്പർ പവർ റെയിലിൻ്റെ അവിടെ വെക്കുക. ഇനി ഇതിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോയി കളിച്ചോളും. അപ്പോൾ ഇത് അവിടെ താഴെ ഡെട്ടി കിടക്കുന്ന ഷുഗർ ക്യാനൊക്കെ എടുക്കും. ഇനി ഞാനൊന്ന് ഇതൊന്ന് കവർ ചെയ്യുകയാണ്. ഇങ്ങനെ വേണം കവർ ചെയ്യാൻ. എൻ്റെ ഗ്ലാസ് കീറുന്നുപോയി. 2 ലെയർ ആക്കണമായിരുന്നു ഗ്ലാസിൻ്റെ. ഓക്കെ, ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് ഇതിൻ്റെ ഉള്ളിൽ ഷുഗർ ക്യാൻ വെച്ച് കൊടുക്കുക. ഇനി ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു 3 ഷുഗർ ക്യാൻ ഇങ്ങനെ വെച്ചിട്ട് വർക്കാവുന്നുണ്ട്. നോക്കിയാൽ മതി. ഇപ്പോൾ ഇത് വർക്കാവുന്നുണ്ട്. ഇവിടെ മൊത്തം ഷുഗർ ക്യാൻ അങ്ങ് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഞാൻ ഇതിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇതിവിടെ ഒന്ന് മൂടുകയും ചെയ്യണം. അങ്ങനെ ഓട്ടോമാറ്റിക് ഷുഗർ ക്യാൻ ഫാം ഇതാ വർക്കാവുന്നുണ്ട്. ഇതിനകത്ത് ഷുഗർ ക്യാൻ കിട്ടിയിട്ടുണ്ട്. ഞാൻ അത് പൊട്ടിച്ച് അവിടെ തന്നെ ഇട്ടതാണ്. അപ്പോൾ ഈ മൈൻകാർട്ട് വിത്ത് ഹോപ്പർ പിക്കപ്പ് ചെയ്യുന്നുണ്ടോ നോക്കാൻ. ഇത് വർക്കാവുന്ന എങ്ങനെ അറിയില്ലെങ്കിൽ ഇത് സിമ്പിളായിട്ട് ആ ഷുഗർ ക്യാൻ ആ ഒബ്സർവറിൻ്റെ അവിടെ വരെ വളരുമ്പോൾ ഒബ്സർവർ ട്രിഗർ ആവും. ആ ഒബ്സർവർ എന്ത് ചെയ്യും, പിസ്റ്റൺ ആക്ടിവേറ്റ് ചെയ്യും. അങ്ങനെ പിസ്റ്റൺ അത് ബ്രേക്ക് ചെയ്യും. അത് നമ്മുടെ മൈൻകാർട്ട് വിത്ത് ഹോപ്പർ എടുക്കും. എന്നിട്ട് ചെസ്റ്റിലോട്ട് വരും. നമ്മുടെ ഓട്ടോമാറ്റിക് ക്രോപ്പ് ഫോം വർക്കാവുന്നുണ്ടോ നോക്കാം. വില്ലേജർക്ക് ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ വർക്കായിട്ടുണ്ടാവും. ചെസ്റ്റ് തുറന്ന് നോക്കണം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ. ഖാവു വർക്കിംഗ് ആണ്. ഒരു സ്റ്റാക്കും 10 കിട്ടി. മറ്റേതുപോലെ ബ്രേഡർ പോലെ കുറേ ഇരുന്ന് കളിക്കേണ്ടി വരില്ല. ഓക്കെ, വില്ലേജേഴ്സും കുറച്ചധികം ആയിട്ടുണ്ട്. ഇവന്മാരൊക്കെ ആവട്ടെ ട്രേഡിങ് ഹാളിൽ കൊണ്ടുപോകാനില്ല. ഇനി ഞാനിവിടെ AFK ചെയ്യുന്ന ഈ 3 ഫോം വർക്ക് ആയിക്കോളും. അപ്പോൾ അത് സെറ്റാണ്. ഇവിടെ ഒരു AFK റൂമും കൂടി പണി വെച്ചേക്കാം. ഇതാണ് എൻ്റെ രാജകീയ AFK റൂം. ഇന്നത്തെ പണിയൊക്കെ ഇത്രേ ഉള്ളൂ. പിന്നെ എനിക്ക് ലെങ്ത്ത് കൂട്ടണമെന്നുണ്ട്. ലെങ്ത്ത് ഇത്രയൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ലെങ്ത്ത് അധികം കൂടാത്തത്. അപ്പോൾ എന്തായാലും പോട്ടെ. ടാറ്റ, ബൈ ബൈ.